ആണല്ലേ? അപ്പൊ അവര് വന്ന് ചാക്കിലാക്കി കൊണ്ട് പൊക്കോളും, നമ്മൾ അങ്ങോട്ട് ചാക്കിൽ കൊണ്ടുപോണ്ട. അവര് വന്നെടുത്തോളും. ഞാൻ സംസാരിച്ച രീതിയിൽ ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഒന്ന് പാക്ക് ചെയ്തോണ്ട് പോവും. എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ, ഇന്ന് രാത്രി തന്നെ വന്ന് കൊണ്ടുപോകാൻ പറ. സ്കെയിലോട്ട് വരും, തൂക്കും, വില കൊടുത്തു വിടുന്നു. കൊടുത്തു വിടുന്നു. അത്രേ ഉള്ളൂ പരിപാടി. പരിപാടി അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലല്ലോ. അതെ, പറഞ്ഞാലും കേൾക്കൂല, പഠിക്കത്തൂല്ല, രാവിലെ എണീക്കോ ഇല്ല, പല്ലും തേക്കൂല. അത് തന്നെ, പല്ലും തേക്കൂല. ഇത്രയും പറഞ്ഞിട്ടും വന്നില്ല. ഞാൻ എങ്ങോട്ടും പോകത്തില്ല. എന്താ? ഞാൻ എങ്ങോട്ടും പോകത്തില്ലാന്ന്. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങളല്ലേ. അപ്പൊ ഞങ്ങളാണത് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ? ഞങ്ങള് പറയുന്നൊന്നും കേക്കത്തുമില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് തർക്കുത്തരവും പറയും. നിനക്ക് ഞങ്ങളുടെ അടുത്തല്ല സ്നേഹമില്ലാത്ത. ചേട്ടാ, ചേട്ടൻ്റെ ഒരേ ഒരു അനിയത്തിയല്ലേ ഞാൻ? അല്ല, നിനക്ക് തെറ്റി. എനിക്ക് ഒരു അനിയത്തിയോടുണ്ട്, പേര് ശിവാനി. പിന്നെ ചേച്ചിയായിട്ടാണെങ്കിൽ ചേച്ചിയുണ്ട്. കേശു, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സപ്പോസ് ആക്രിയുടെ ബോസ് ഇവളെ വേണ്ടാന്ന് പറഞ്ഞ എന്ത് ചെയ്യും? എന്തായാലും ഇവളെ വേണ്ടാന്ന് പറയും, ഉപകാരം ഒന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈനില് എക്സ്ചേഞ്ച് ചെയ്യാം. അതാകുമ്പോ എന്തായാലും കിട്ടുമല്ലോ. ഇതിനെ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ എന്ത് കിട്ടിയാലും ലാഭമല്ലേ? ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ ചെയ്യാം. വിത്ത് ഫോട്ടോസ് ആയത് വിടാം. ഈ പ്ലോട്ട് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ പാറു ഫോർ സെയിൽ. എന്താണ് പറയും? ഹാപ്പി അല്ലേ? അപ്പൊ ചേച്ചി കൂടെ ചേർന്നിട്ടുള്ളതാണല്ലേ? അതെ, വീട്ടിൽ ഉപകാരം ഇല്ലാത്ത സാധനം ഞങ്ങൾ ആക്രിക്ക് കൊടുക്കാറാ പതിവ്. കൊണ്ട് 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 കരയെല്ലാം ചെയ്യും. അടുത്ത് പോയ കനകം, വൈകിട്ടേ കേശുവിനോട് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറയണം. അമ്മ, ഞാൻ പോയിട്ട് പറയണേ കടയില്? വേണ്ട, അവൻ വണ്ടി എടുത്തോണ്ട് പൊക്കോളും, നീ പോവണ്ട. അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ ആൾക്കാരില്ലല്ലോ. എന്നാ പാറു? എന്നെ അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാ. എന്തോന്ന്? അമ്മുമ്മ എന്നെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും മേടിക്കാൻ പോവാന്ന്. അത് നീയേ അവര് പറയുന്നൊന്നും കേക്കത്തില്ലല്ലോ, അതുകൊണ്ടാ. അമ്മുമ്മേന്റെ ക്യാരക്ടർ അങ്ങനെ പോയി. ക്യാരക്ടറൊക്കെ മാറ്റാൻ പറ്റും. അതൊക്കെ ഭയങ്കര പാടാ അമ്മുമ്മേ. ഒരു പാടും ഇല്ല. അതുകൊണ്ടാ നിന്നെ കൊടുത്തിട്ട് പൂച്ചയും കാക്കയൊക്കെ മേടിക്കാൻ പോകുന്നത്. പൂച്ചയും കാക്കയോ? നിന്നെ കൊടുത്താ അതൊക്കെ കിട്ടത്തുള്ളൂ. അമ്മുമ്മേ, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറഞ്ഞു. അവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അമ്മുമ്മ എന്നെ അങ്ങ് മേടിക്കണം. അയ്യോ, എനിക്ക് വയസ്സാം കാലത്ത് നിന്റെ പുറകെ നടന്ന് ഓടിയേ എന്റെ നടു കളയാനൊന്നും വയ്യ മക്കളെ. അമ്മുമ്മക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാ, പക്ഷെ നിന്നെ ഇപ്പൊ എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഇങ്ങോട്ട് മാറും. കനകാന്റി, കനകാന്റി അവർക്ക് പൈസ കൊടുക്കണം, എന്നിട്ട് എന്നെ മേടിക്കണം. എന്നിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം. பாரு, இப்ப எனக்கு வேண்டாம் பாரு. എന്നെ ഇഷ്ടമല്ല ആന്റിക്കും. எனக்கு ஒன்னு ரொம்ப பிடிக்கும், ஆனாலும் வேண்டாம். നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടേ? ഇപ്പൊ മനസ്സിലായ? ഈ വീട്ടില് ആർക്കും നിന്നെ വേണ്ട. ചേച്ചി, പിന്നെ നമുക്ക് ആ ഓൺലൈൻ ഗീവ് അവേയുടെ കാര്യം ഒന്ന് ഇരുത്തി ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, അതങ്ങ് ഫിക്സ് ചെയ്യ്. ഓക്കെ. എന്തോന്ന് ഗീവ് അവേയോ? ഗീവ് അവേ അല്ല, ഗീവ് അവേ. നമുക്ക് ഇഷ്ടമുള്ള സാധനം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. വേറെ മക്കളെ ഒന്ന് ചിരിച്ചടാ. ചിരിക്കത്തില്ല. ശരി, അങ്ങട് ആ പുഴുപ്പല്ലൊക്കെ കാണണ്ട എല്ലാവരും. വേണ്ട, ചിരിക്കണ്ട. ചിരിക്കാതെ വെച്ചൊന്ന് ക്യാപ്ഷൻ കൊടുക്കാം. എന്തോത്തിനാടാ ഇത്? ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഈ ഗിവ് അവേ കൊടുക്കുമ്പോഴേ ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ അവർ ഓൺലൈൻ വഴി ഒന്ന് മേടിച്ചോണ്ട് പൊക്കളും. ഓൺലൈനൊക്കെ ഗീവ് അവേ മേടിക്കുവോ? പിന്നെ അമ്മൂമ്മ കൊടുക്കണോ? ചിരി. അത് തന്നെ, എന്നെ അവിടെ നിർത്തിട്ട് അമ്മമ്മ കൊടുക്കും. അത് വേണ്ട, നിന്നെ തന്നെ കൊടുക്കുന്നുള്ളൂ. ഞാൻ ആരുടെയും കൂടെ പോകത്തില്ല. യേശുവേ, ഇവിടെ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, എനിക്ക് എന്തായാലും ഇവിടെ പുറകെ നടക്കാൻ വയ്യ. ഞാൻ പോസ്റ്റ് ചെയ്തു.